ഹൈദരാബാദിൽ വീട്ടുജോലിക്കാരി തട്ടിക്കൊണ്ടുപോയ കുഞ്ഞിനെ വെറും 3 മണിക്കൂർ കൊണ്ട് കണ്ടെത്തി മാതാപിതാക്കൾക്ക് തിരിച്ചു നൽകിയിരിക്കുകയാണ് പോലീസ്. കഴിഞ്ഞ ദിവസം 4 ദിവസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ വിൽക്കാനുള്ള ശ്രമം പോലീസ് പരാജയപ്പെടുത്തിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘം ഹൈദരാബാദിൽ കൂടി വരുന്നു എന്നതിന് ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ സംഭവം. ഹൈദരാബാദ് ബോഡപ്പല്ലിലെ വീട്ടിൽ നിന്നും വീട്ടുജോലിക്കാരി തട്ടിക്കൊണ്ടുപോയ 8 മാസം പ്രായമുള്ള ആൺകുട്ടിയെയാണ് 3 മണിക്കൂറിനുള്ളിൽ മാതാപിതാക്കളുടെ കൈകളിൽ ഹൈദരാബാദ് പോലീസ് തിരിച്ചേൽപ്പിച്ചത്. പുറത്തുവരുന്നത് സന്തോഷം നൽകുന്ന വാർത്തയാണെങ്കിലും ഹൈദരാബാദിൽ ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നത് ഭയപ്പെടുത്തുന്ന ഒരു വസ്തുത കൂടിയാണ്. കുട്ടിയുടെ വീട്ടിൽ വാച്ച്വുമണായി ജോലി ചെയ്തിരുന്ന ദുർഗാ ഭവാനി എന്ന യുവതിയാണ് പ്രതി. തട്ടിക്കൊണ്ടുപോകൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് മെഡിപ്പള്ളി SHOയ്ക്ക് ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് കോൾ ലഭിക്കുന്നത്. വിവരം ലഭിച്ച ഉടൻ തന്നെ 6 പ്രത്യേക സംഘങ്ങൾ രൂപീകരിച്ച് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ഉടൻ തന്നെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് അലേർട്ടുകൾ അയക്കുകയും പ്രാദേശിക DSPമാരെ ഏകോപിപ്പിച്ച് ദേവരക്കൊണ്ടയിലേക്കും സൂര്യപേട്ടിലേക്കും ടീമുകളെ അയക്കുകയും ചെയ്തു. സാങ്കേതിക തെളിവുകളും CCTV ദൃശ്യങ്ങളും അടക്കം പരിശോധിച്ച പോലീസ് കുട്ടി കർമ്മൻഘട്ടിലുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. കുട്ടിയെ വീണ്ടെടുത്തതിന് പിന്നാലെ തന്നെ പ്രതിയായ ദുർഗാ ഭവാനിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കുട്ടിയെ മാതാപിതാക്കൾക്ക് തിരികെ നൽകി. The dial-a-hundred call stated that a kidnap has been occurred. The kidnap was occurred of an 8 months infant boy baby. So on that call, our SHO and his team immediately responded, and we have formed special teams in 6 number. And we have alerted all the railway stations, Secunderabad railway station, Challapuri railway station, Imliban bus station, and also we have talked to the Devarkonda DSP and also Suryapet DSP, and we have sent some teams there also with our pressure and with our insistence. Then we got some clues with the technical evidences and the technical support. Then we went to Karmanghat area. There we have found the boy safe. We have rescued the boy within 3 hours. ഹൈദരാബാദ് നഗരത്തിലെ ബാലാപൂർ പ്രദേശത്ത് 4 ദിവസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ വിൽക്കാനുള്ള ശ്രമം പോലീസ് പരാജയപ്പെടുത്തിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്നത് പോലീസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അന്ന് 5 ലക്ഷം രൂപയ്ക്ക് വില പേശി കുഞ്ഞിനെ കൈമാറുന്നതും മിനിറ്റുകൾക്ക് മുൻപാണ് ജൂലൈ 31-ന് പോലീസ് കുഞ്ഞിനെ രക്ഷപ്പെടുത്തി രക്ഷിതാക്കൾക്ക് കൈമാറുന്നത്. ആ കേസിലെ പ്രതിയായ വഹീദ ഖാത്തൂൺ മലക്പേട്ട് ഗവൺമെന്റ് മെറ്റേണിറ്റി ആശുപത്രിയിൽ പ്രസവിച്ച ശേഷം ഒരിടനിലക്കാരനെ ഉപയോഗിച്ചാണ് കുഞ്ഞിനെ വിൽക്കാനുള്ള ശ്രമം നടത്തിയത്. വിവരം ലഭിച്ച പോലീസ് കൃത്യമായി കെണിയൊരുക്കി ഇവരെ പിടികൂടുകയായിരുന്നു. ഇപ്പോൾ പിടിയിലായിട്ടുള്ള ദുർഗാ ഭവാനിയും ഈ സംഘത്തിൽപ്പെട്ടതാണോ എന്ന സംശയം പോലീസിനുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിലൂടെ ഇതിനി വ്യക്തമാകും. ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രതിയെ വ്യക്തമായി ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ പോലീസ്. കൂടാതെ യുവതിയുടെ ഫോൺ കോളുകളും സോഷ്യൽ മീഡിയ പേജുകളും ബാങ്ക് ട്രാൻസാക്ഷനുകളും അടക്കം പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണിപ്പോൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.